ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജോസഫ് ഫ്രം RTM. നമുക്ക് ഇന്ന് ഒരു മോഡലിൽ എങ്ങനെയാണ് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊജക്റ്റിലാണ്. ഞാൻ ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമുക്കൊരു മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളൊരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാണ്. റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഇത് വരച്ചു. മോഡിഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഓക്കെ അടിക്കാം. ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3Dയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന് നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മെറ്റീരിയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ബാക്ക് കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മെറ്റീരിയൽസ് ഒന്നും ഇല്ല. നമ്മളൊരു ഡിഫാൾട്ട് മെറ്റീരിയൽസ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഇത് സിമ്പിളാണ്, ഇങ്ങനെ ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്ക് പ്രൊജക്റ്റിൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ പ്രോബ്ലം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലിയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ പ്രൊജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ന്യൂ ഫാമിലിയിൽ നമുക്കൊരു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് മെറ്റീരിയൽ എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നോക്കാം. ന്യൂ ഫാമിലി നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മെട്രിക് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇംഗ്ലീഷിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മെട്രിക് ജനറിക് മോഡൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ലെവലിലാണ് ഇത് കിടക്കുന്നത്. നമുക്ക് ഒരു ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൂം ടു ഫിറ്റ് ക്ലിക്ക് ചെയ്യുക. സൂം ടു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വന്നു. ഇനി ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ഗ്ലാസ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവോൾവിൽ ക്ലിക്ക് ചെയ്യുക. റിവോൾവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലൈൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 50 mm നമുക്ക് ഒരു വരച്ച് നേരെ നമ്മൾ ചെറിയൊരു ആംഗിളിൽ ഗ്ലാസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു ആംഗിളിൽ നമുക്കിത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്കൊരു ഓഫ്സെറ്റ് കൊടുക്കാം. ഓഫ്സെറ്റ് ടൂൾസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എത്ര ഒരു 3 mm തിക്നെസ്, ഗ്ലാസ് 3 mm ഉണ്ടെന്ന് ഇരിക്കുക. 3 mm കൊടുക്കാം. ഇവിടെ നമുക്കൊരു 10 mm കൊടുക്കാം. 10 15 കൊടുക്കാം. 15 mm നമ്മൾ 15 mm ക്ലിക്ക് ചെയ്ത് അടിവശത്ത് ഇച്ചിരി കട്ടി കൂടുതൽ ഇരുന്നോട്ടെ. ഇവിടെ നമുക്ക് ഒരു ഈ എൻഡ് നമുക്കൊരു റേഡിയസ് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫില്ലറ്റ് റേഡിയസ് നമുക്ക് ഇവിടെയും കൊടുക്കാം. ഈ റേഡിയസ് നമുക്ക് ഇത്ര വേണ്ട, നമുക്ക് ചെറിയൊരു റേഡിയസ് മതി അവിടെ. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. അതിൻ്റെ ആക്സിസ് ലൈൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ അടിക്കാം. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ടേബിൾ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രൂഷൻ ഇതിൻ്റെ ഓപ്പൺ ലെവലിൽ എടുക്കാം. നമുക്ക് ഓക്കെ അടിച്ച് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം.
ഇതിനെ നമുക്ക് ചെറുതായിട്ട് താത്തി ഇടാം. ഓക്കെ, ഇതിൻ്റെ 3D വ്യൂ നോക്കാം. റിയലിറ്റിക്സിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് നോക്കാം. ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയാണ്. ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് എന്തായിട്ട് എടുക്കുന്നത് ഡിഫാൾട്ടാണ്. ഇതും നമുക്ക് ഡിഫാൾട്ടാണ്. ഇതിനെ നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഒരു ചായയുടെ ഒരു ഇത് നമുക്ക് കൊടുക്കണം. 3 മെറ്റീരിയൽസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നെണ്ണം ഇത് ചെയ്യണത്. എഡിറ്റ് റിവോൾവ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കാം. ഇതിന് നമുക്ക് മൂവ് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ആക്കിയിടാം. ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ എടുത്തിട്ട് നേരെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഓക്കെ. ഇതിൻ്റെ 3D വ്യൂ നോക്കാം. അതിനകത്ത് ചായ ഉണ്ട്. ഇതിനകത്ത് ഇത് ഗ്ലാസ്, ഇത് ടേബിൾ. നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഗ്ലാസ്സിനൊരു മെറ്റീരിയൽസ് കൊടുക്കാം. ഗ്ലാസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ബൈ കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെറ്റീരിയൽസ് കൊടുക്കാം. നമുക്കൊരു ക്ലിയർ ഗ്ലാസ് മെറ്റീരിയൽസ് നമുക്കിതിന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഡിഫാൾട്ട് എന്നാണ് കിടക്കുന്നത്. ഈ ഡിഫാൾട്ട് എന്നത് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ചേഞ്ച് ചെയ്യാതെ ഞാൻ ഒരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. ലൈബ്രറിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് നമുക്ക് ഗ്ലാസ് എന്നതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് ക്ലിയർ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലിയർ ഗ്ലാസ് ഞാൻ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ക്ലിയർ ഗ്ലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഡിഫാൾട്ട് എന്നുള്ളത് ഡിഫാൾട്ട് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ മെറ്റീരിയൽസ് നമുക്ക് ക്ലിയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ അപ്ലൈ ചെയ്ത് നമ്മൾ ഓക്കെ അടിക്കും. ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഈ ഇതിൻ്റെ മെറ്റീരിയൽസ് മാറിയിട്ടുണ്ട്. ഇത് ഗ്ലാസ് മെറ്റീരിയലായി. ഈ ടേബിൾ അങ്ങനെ തന്നെ, ഈ അകത്ത് കിടക്കുന്ന ചായ അങ്ങനെ തന്നെ. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന ഈ ചായയുടെ കളർ നമുക്കൊന്ന് മാറ്റാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ ബൈ മെറ്റീരിയൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ കിട്ടും. ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ ഇതിന് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റീനെയിം കൊടുക്കുകയാണ്. റീനെയിം നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടി എന്ന പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അപ്പിയറൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഒരു ചായയുടെ കളർ നമുക്ക് അതിന് കൊടുക്കാം. ഒരു ചായയുടെ കളർ ഒത്തിരി ഹാർഡായിട്ട് നമുക്ക് ഓക്കെ അപ്ലൈ ചെയ്തു. ഓക്കെ അടിച്ചു. ഇപ്പം എന്താ സംഭവിച്ചു കേട്ടോ, ഈ ഗ്ലാസിൻ്റെ അകത്ത് ചായ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ടേബിൾ. ഈ ടേബിൾ നമ്മളിപ്പോൾ ഒരു വുഡിൻ്റെയോ എന്തെങ്കിലും നമുക്കൊരു കളർ കൊടുക്കാം. അതിനകത്ത് നമ്മൾ മെറ്റീരിയലിൽ വീണ്ടും വരാം. പക്ഷേ ഈ മെറ്റീരിയൽ വന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ നമ്മൾ 2 ടൈപ്പിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഒന്ന് നമ്മൾ ഇതിൻ്റെ റീനെയിം ചെയ്യാതെ ഡിഫോൾട്ട് എന്നുള്ള പേര് ഇട്ടു. ഇതിന് നമ്മൾ റീനെയിം ചെയ്ത് ടി എന്ന പേര് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ ഈ ഇവിടെ ചെറിയ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഫാമിലി പാരാമീറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു നെയിം കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ടേബിൾ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടൈപ്പ് അങ്ങനെ തന്നെ കിടക്കുക. ഓക്കെ അടിച്ചു. ഇപ്പോൾ ഇതിന് നമ്മൾ മെറ്റീരിയൽസ് ഒന്നും ഈ ടേബിളിന് ഇപ്പോൾ മെറ്റീരിയൽ ഞാൻ കൊടുക്കുന്നില്ല. ഇതിന് ഗ്ലാസിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി കൊടുത്തു, ടീയുടെ മെറ്റീരിയൽ നമ്മൾ കൊടുത്തു. അത് രണ്ട് വിധത്തിലാണ് കൊടുക്കുന്നത്. ഒന്ന് ഇതിൻ്റെ പേര് ഡിഫോൾട്ടായിട്ട് എടുക്കണം, ഇതിന് ടീ എന്ന പേര് എടുക്കണം. ഇതിന് നമ്മൾ ഒന്നും മെറ്റീരിയലും കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിനെ ലോഡിൻ ടു പ്രൊജക്റ്റിൽ ചെയ്യണം. അപ്പോൾ ലോഡിൻ ടു പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രൊജക്റ്റിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഓക്കെ അടിക്കാം. നമുക്ക് പ്രൊജക്റ്റിലോട്ട് അത് ലോഡ് ചെയ്തു. ഇതിൻ്റെ 3D വ്യൂ നോക്കാം. ഇനി ഇതിൻ്റെ നമുക്ക് റിയലിസ്റ്റിക് വ്യൂവിലൊന്ന് പോയി നോക്കാം, എന്താ സംഭവിച്ചത് നോക്കാം. ഇപ്പോൾ ഈ ചായയുടെ കളറ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ചായയുടെ കളർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടില്ല. ഈ ഗ്ലാസിന് മെറ്റീരിയൽ നമ്മൾ കൊടുത്തതാണ്, പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ടില്ല. അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ നമ്മൾ ഡിഫോൾട്ട് എന്നാണ് പേര് കിടന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിലും അതുപോലെ തന്നെ ഡിഫോൾട്ട് മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിഫോൾട്ട് മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്യും. നമുക്കിതിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ സിംഗിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സെലക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു ഫാമിലിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് മൊത്തത്തിൽ സെലക്ട് ആവുള്ളൂ. സെലക്ട് ചെയ്തു. എന്നിട്ട് എഡിറ്റ് ഫാമിലിയിൽ പോയിട്ട് ഒന്നുകൂടി നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാണ്. ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഡിഫോൾട്ട് എന്നുള്ള മെറ്റീരിയൽ നമുക്ക് മാറ്റിയിട്ട് ഇതിനെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടി നമ്മൾ ഇതിൻ്റെ പേര് നമ്മൾ ക്ലിയർ ഗ്ലാസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടീ ഗ്ലാസ് എന്ന് കൊടുക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു ടീ ഗ്ലാസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പ്രൊജക്റ്റിൽ കൊണ്ടുപോയി നോക്കാം. ഓവർറൈറ്റ് ദ എക്സിറ്റിംഗ് വെർഷൻ. കണ്ടോ? ഇപ്പോൾ ഈ ഗ്ലാസ് മെറ്റീരിയൽ ഇവിടെ വന്നിട്ടുണ്ട്, ചായയുടെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്, ഗ്ലാസിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഫാമിലിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനെ മെറ്റീരിയൽസ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു പ്രൊജക്റ്റിൽ വന്നിട്ട് അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്ത് അതിനെ കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഈ മോഡലിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എഡിറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ടേബിൾ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനകത്ത് നമ്മൾ ടേബിൾ എന്നുള്ള ഒരു ഇത് പാരാമീറ്ററിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമുക്ക് വേണമെങ്കിൽ അതുപോലെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വുഡ് കൊടുക്കാണ്, വുഡ് ഫ്ലോറിംഗ് ആണ് വേണ്ട, നമുക്ക് ടീക്ക് കൊടുക്കാം. ഇപ്പോൾ ആ മെറ്റീരിയൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ഗ്ലാസിൻ്റെയും വേണമെങ്കിലും ടീ വേണമെങ്കിൽ നമുക്ക് ടീ മാറ്റി നോക്കുകയാണെങ്കിൽ പെപ്സിയോ അങ്ങനെ എന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ഇപ്പോൾ ഈ ടേബിളിന് ചെയ്ത പോലെ തന്നെ ഒരു പാരാമീറ്റർ നെയിം കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഇതിനകത്ത് പ്രൊജക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലാണ് അത് സെലക്ട് ആവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ എഡിറ്റ് ടൈപ്പിൽ പോയാൽ എഡിറ്റ് ചെയ്യാൻ മറ്റേ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ഫാമിലി പോയതിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അതിന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അവിടെ വെച്ച് തന്നെ കൊടുത്തിട്ട് നമുക്ക് പ്രൊജക്റ്റിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊജക്റ്റിൽ നിന്ന് ആ മെറ്റീരിയൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.